ഈ കഴമ്പം ആയിരക്കണക്കായ കൊല്ലം പൊളിഞ്ഞാടി കിടന്നിട്ട് ഒരാൾ തിരിഞ്ഞോക്കിയോ? ഭാര്യയുടെ മോട്ടന്മാരെ പോലെ ഇരിക്കാതെ ഈ എത്ര നെൽമാർ ഇവിടെ ഉണ്ടായാലോ? തിരിഞ്ഞോക്കിയോ? ഇബ്രാഹിം അടക്കം തിരിഞ്ഞോക്കിയോ? അല്ല വലിയ ആളായി താങ്ങി പിടിച്ച് പറയണ്ടല്ലോ ഇബ്രാഹിം. തിരിഞ്ഞോക്കിയോ? ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ഖലീലിനെ കുറിച്ച് ഇയാൾ പ്രയോഗിച്ച പ്രയോഗങ്ങൾ കേട്ടു നോക്കൂ. എന്റെ ശബ്ദം ശ്രമിക്കുന്ന മുസ്ലിമീങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ഇന്നുവരെ ഒരു മുസ്ലിം ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഒരു മുസ്ലിം നിങ്ങളുടെ പിതാക്കളോ അവരുടെ പിതാക്കളോ ഏതെങ്കിലും ഒരു ഉപ്പാപ്പമാരി പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് ഇങ്ങനെ ഒരു വാക്ക്? ഇബ്രാഹിം അലൈഹിസ്സലാമിനെ യഹൂദികളും നസ്രാനികളും മക്കയിലെ മുശ്രിക്കുകളും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അവരൊക്കെ പറഞ്ഞത് ഞങ്ങൾ ആളാണ് എന്നാണ്. ബഹുമാനത്തോടെയാണ് അവർ സംസാരിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇബ്രാഹിം അലൈഹിസ്സലാം യഹൂദിയോ നസ്രാനിയോ മുശ്രിക്കോ ആയിരുന്നില്ല, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ, ഹനീഫായ മുസ്ലിമായിരുന്നു. ശിർക്കിന്റെ എല്ലാവിധ അയാളങ്ങളിൽ നിന്നും അകന്നു മാറി അല്ലാഹുവിന്റെ തൗഹീദിൽ മാത്രം നിലയുറപ്പിച്ച, അതിൽ നിന്ന് ഒരു ഇഞ്ചു പോലും തെന്നിമാറി പോകാത്ത ഇബ്രാഹിം അലൈഹിസ്സലാം ഖാസിമി ഈ കുഫറിന്റെ വാദം പറഞ്ഞിട്ട് ഇതിനു ശേഷവും ഇയാളുടെ പരിപാടി സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഉദ്ഘാടനം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ കുഫർ പറഞ്ഞിട്ട് ഖൗമിന് യാതൊരു പ്രയാസവുമില്ലല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞിട്ട് പ്രയാസമില്ല. അയാളെ ലാളിച്ച് ഓമനിച്ച് എത്ര കാലം നിങ്ങൾ കൊണ്ടു നടന്നു? എന്താ കാരണം? കാരണം വഹാബികളെ കുറിച്ച് ഇബ്നു അബ്ദുൽ വഹാബിനെ രാവിലെയും വൈകുന്നേരവും വെച്ച് ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഇന്നോളം ആരും പറയാത്ത വൃത്തികെട്ട വാക്കുകൾ ഇയാൾ പറയുന്നുണ്ട്. എന്ത് അത്ഭുതമാണുള്ളത്! അല്ലാഹുവിന്റെ ഖലീലിനെതിരിൽ പൊങ്ങിയ നാവ് ഇബ്നു അബ്ദുൽ വഹാബിനെതിരിൽ പൊങ്ങാതിരിക്കാൻ എന്ത് ന്യായമാണുള്ളത്? അങ്ങനെ പൊങ്ങുന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത്? ഒരു സുന്നിയായി അറിയപ്പെടുന്ന ഒരാൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ ഈ വാദം? നിങ്ങൾ പറയൂ, സമസ്ത ഇതിനെതിരിൽ എന്ത് പ്രതികരിച്ചു? സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇവിടെ എന്ത് നടന്നാലും ഒച്ചയിടാൻ നടക്കുന്ന മൺമറഞ്ഞു പോയ സലഫികളുടെ നേതാക്കന്മാരെ വരെ ചീത്ത വിളിക്കാൻ നടക്കുന്ന ആളുകളുണ്ടല്ലോ ഇവിടെ.